സ്നേഹമുള്ളവരെ, നാം ഇന്ന് ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം 1 കൊറിന്തോസ് 4 അധ്യായം 5 തിരുവചനം. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായം 5 തിരുവചനം. നിങ്ങൾ മുൻകൂട്ടി വിധി പ്രസ്താവിക്കരുത്, കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവിൻ. ഈ വചനഭാഗത്ത് കർത്താവ് നമ്മുടെ ഗ്രഹണത്തിനായി, നമ്മൾ ഗ്രഹിക്കുന്നതിനായി വലിയൊരു സത്യം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ ആ സത്യം മനസ്സിലാക്കണമെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ പ്രചോദിപ്പിക്കണം. നമ്മൾ ആ വചനം കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്. മുൻകൂട്ടി വിധി പ്രസ്താവിക്കരുത്, കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവിൻ. പക്ഷെ ആഴമേറിയ ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് ആ വചനങ്ങളിലൂടെ നമുക്ക് തരും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഈശോയെ, ഈ വചനം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ മനസ്സുകളെ അവിടുന്ന് തുറക്കണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. ലൂക്ക 24:45. ഹി ഓപ്പൺഡ് ദെയർ മൈൻഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ക്രിപ്റ്റേഴ്സ്. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവൻ അവരുടെ മനസ്സ് തുറന്നു. സങ്കീർത്തനം 119, 130. അവിടുത്തെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ഈശോയെ, ഈ വചനങ്ങളുടെ ശക്തി ഞങ്ങളിലേക്ക് ഇപ്പോൾ നിറയട്ടെ. ഞങ്ങളുടെ ബുദ്ധിയിലെ അന്ധകാരം നീങ്ങി സുവിശേഷത്തിൽ ദൃശ്യമായ പ്രകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഈശോ വിധിക്കരുത് എന്ന് പറയുന്നതിനെപ്പറ്റി സുവിശേഷത്തിൽ തന്നെ നമ്മോട് സൂചിപ്പിച്ചിരിക്കുന്ന 1-2 വചനഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞത് വെച്ചാണ് നമ്മൾ ഈ വചനഭാഗത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. കുറച്ചധികം വചനഭാഗങ്ങൾ നമ്മൾ ഈ റെക്കോർഡിങ്ങിൽ, ഈ വീഡിയോയിൽ നമ്മൾ കാണും. അതെല്ലാം നമ്മുടെ നാവിൻ്റെ കെട്ടഴിക്കും. നമ്മൾ ശ്രദ്ധയോടെ അത് ധ്യാനിക്കുമ്പോൾ ഒത്തിരി കെട്ടുകൾ നമ്മളിൽ നിന്ന് അഴിഞ്ഞു പോകും. നമുക്ക് ദൈവം നമുക്ക് നൽകാനിരിക്കുന്ന കൃപകൾ ഒത്തിരി നഷ്ടപ്പെടാൻ ഇടയാക്കുന്ന ഒരു തിന്മയുടെ ബന്ധനം ഈ വചന ശുശ്രൂഷയുടെ നമ്മിൽ നിന്ന് അഴിഞ്ഞു പോകും. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 7 അധ്യായം 1-2 തിരുവചനങ്ങൾ. ഈശോ പഠിപ്പിക്കുകയാണ്, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. അപ്പോൾ മറ്റുള്ളവരെ വിധിക്കരുത്. ഈശോ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ വിധിച്ചാൽ നമ്മളും വിധിക്കപ്പെടും. എന്നിട്ട് ഈശോ അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഉപമ പോലെ അവിടെ പറയുന്നുണ്ട്. സഹോദരൻ്റെ കണ്ണിൽ നീ കരട് കണ്ടു, എന്നിട്ട് ആ സഹോദരനെ കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ വലിയൊരു തടിക്കഷ്ണം നിൻ്റെ കണ്ണിലുണ്ട്, നീ അത് എടുക്കാൻ ശ്രമിക്കുന്നുമില്ല. അപ്പം വിധിക്കുന്ന നമ്മിൽ മറ്റുള്ളവർക്ക് നമ്മെ വിധിക്കാൻ പാകത്തിൽ ഒരുപാട് തെറ്റുകളുണ്ട്. പക്ഷെ നമ്മളത് കാണാതെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ, അത് നമ്മുടെ സ്വന്തത്തിൽപ്പെട്ടവരായിരിക്കാം, മാതാപിതാക്കന്മാരോ സഹോദരങ്ങളോ മക്കളോ,
അതല്ലെങ്കിൽ നമ്മളോട് ചുറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ സഭയിലെ അംഗങ്ങളോ സമൂഹത്തിലെ അംഗങ്ങളോ ഒക്കെ ആകാം. അപ്പം നമ്മൾ അവരുടെ ചെറിയ കുറ്റങ്ങൾ കണ്ട് അതൊന്നുകിൽ അവരോട് പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുകയോ ചെയ്യും. പിന്നെ സ്ലാൻഡറിങ്, പരദൂഷണം പറയുക. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് കുറവുകളുണ്ട്. നമുക്ക് പലപ്പോഴും പറ്റുന്നത് നമ്മളെ താരതമ്യം ചെയ്യുന്നത് മറ്റുള്ളവരോടാണ്. അപ്പം മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പം പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ പലപ്പോഴും അത് അധരവ്യായാമം പോലെ വായിൽ നിന്ന് വരുന്ന സ്തുതികൾ മാത്രമാകും. ഹൃദയം കർത്താവിൽ നിന്ന് അകലെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളിൽ ഒരുപാട് കുറവുകൾ കാണും. ആ കുറവുകളുള്ള നമ്മളാണ് മറ്റുള്ളവരെ വിധിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നത് പലപ്പോഴും. അതിലേറ്റക്കുറച്ചിലുകളുണ്ടാകാം. എങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ചിന്തിച്ച് നമ്മുടെ മേലധികാരികളെ, അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ഭരണകർത്താക്കളെ, പിന്നെ സഭയുടെ അധികാരികൾ, അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്ന ക്രമീകരണങ്ങളിലിരിക്കുന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാർ, അവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ദുഷിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുകയാണ്, നിൻ്റെ കണ്ണിൽ വലിയൊരു കരട് തടിക്കഷ്ണമുണ്ട്. അപ്പം നിനക്കത് മറ്റുള്ളവരെ വിധിക്കാൻ അവകാശമില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ ഓർക്കും നമ്മൾ ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്നാണ്. അപ്പം മറ്റൊരാൾ ഇപ്പോൾ സഭയുടെ അധികാരിയായിരിക്കാം, സഭയുടെ ബിഷപ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു വൈദികനായിരിക്കാം, മാർപ്പാപ്പയായിരിക്കാം. അപ്പം എന്തെങ്കിലും ഒരു കുറവോ പോരായ്മയോ വന്നു, അപ്പം നമ്മളത് പറയേണ്ടതല്ലേ? അപ്പോൾ അങ്ങനെ ന്യായമായതാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകാം. പക്ഷേ അതേ കുറവുകൾ നമ്മിലുണ്ട്. നമ്മുടെ കുറവുകൾ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് പരമപരിശുദ്ധനായ ഈശോയുടെ അടുത്താണ്. ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. അപ്പം ഈശോയുടെ ആ വിശുദ്ധിയോട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയോട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തുമാത്രം ബലഹീനരാണെന്ന് നമുക്ക് വ്യക്തമാകും. അതിന് കർത്താവിനോട് അടുക്കണം. കർത്താവിനോട് അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ എളിമപ്പെടും. കാരണം നമുക്കറിയാം നമ്മളൊന്നുമല്ല. ദൈവം നമ്മെ വിധിച്ചാൽ, കരുണയോടുകൂടി അല്ലാതെ വിധിച്ചാൽ നമുക്ക് സ്വർഗത്തിൻ്റെ 7 അയൽവക്കത്ത് പോലും എത്താനാവില്ല. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കൃപയും ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവിടുത്തെ സമീപിക്കാൻ സാധിക്കുന്നത്. നമ്മൾ എന്തുമാത്രം കുറവുകൾ വെച്ചാൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഈ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പലപ്പോഴും യോഗ്യതയില്ല. ഒരു കുമ്പസാരത്തിൽ പലപ്പോഴും റുട്ടീനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പാപങ്ങൾ ഏറ്റു പറയും. ഉള്ളിലൊരു മനസ്താപം ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ എന്തുമാത്രം അയോഗ്യതയോടെ പലപ്പോഴും ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, പരമപരിശുദ്ധനായ ഈശോയെ സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മിൽ ഒരുപാട് കുറവുകളുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ്, ആദ്യം നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക. മത്തായി സുവിശേഷം 7 അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ് ആ ഭാഗമുള്ളത്. അങ്ങനെ നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റി നിൻ്റെ കണ്ണ് ക്ലിയറായാൽ, അതായത് നമ്മിലെ കുറവുകൾ, കുറ്റങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് തിരുത്തി വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ, സഹോദരൻ നമ്മുടെ മുമ്പിലുള്ള ഒരു സഹോദരൻ, ആ സഹോദരൻ്റെ ഒരു കുറവ് കണ്ടു. ആ കുറവ് എങ്ങനെ അത് പരിഹരിക്കപ്പെടാം, അല്ലെ ആ കുറവിൽ നിന്ന് ആ സഹോദരനെ എങ്ങനെ മോചനം കൊടുക്കാനൊരു സഹായം നമുക്ക് കൊടുക്കാമെന്ന് കർത്താവ് നമുക്ക് വ്യക്തമാക്കി തരും. അവനെ കുറ്റപ്പെടുത്താൻ പോവില്ല. ആ കുറവിൽ നിന്ന് അവന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മൾ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നല്ല സ്നേഹത്തോടെ ആ സഹോദരനെ അല്ലെ സഹോദരിയെ സ്നേഹിച്ചുകൊണ്ട് അവരോട് നമ്മളത് ആ കുറവിൻ്റെ മേഖല ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരത് തിരുത്തും. അതുകൊണ്ടാണ് ഈശോ മത്തായി സുവിശേഷം 7 അധ്യായത്തിൽ 5-ാം വചനത്തിലാണ് പറയുന്നത്,
സ്വന്തം കണ്ണിൽ തടിക്കഷ്ണം എടുത്ത് മാറ്റുമ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും. വീണ്ടും മത്തായി സുവിശേഷം തന്നെ 18-ാം അധ്യായത്തിൽ 10 മുതലുള്ള തിരുവചനങ്ങൾ, 10-11 തിരുവചനങ്ങൾ ഈശോ പറയുകയാണ്, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ടേക്ക് കെയർ ദറ്റ് യു ഡു നോട്ട് ഡിസ്പൈസ് വൺ ഓഫ് ദീസ് ലിറ്റിൽ വൺസ്, ഫോർ ഐ ടെൽ യു ഇൻ ഹെവൻ ദെയർ ഏഞ്ചൽസ് കണ്ടിന്യൂവലി സീ ദ ഫേസ് ഓഫ് മൈ ഫാദർ ഇൻ ഹെവൻ. അപ്പം മറ്റുള്ളവർ, അവരുടെ കാവൽ ദൂതന്മാർ എപ്പോഴും സ്വർഗത്തിലുള്ള പിതാവിൻ്റെ മുഖം കാവൽ മാലാഖ ദർശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ നമ്മൾ ദുഷിക്കുമ്പോൾ, മറ്റുള്ളവരുടെ കുറ്റം നമ്മൾ പറയുമ്പോൾ, ഈ സ്വർഗത്തിലുള്ള പിതാവിൻ്റെ മുഖം ദർശിച്ചു കൊണ്ടിരിക്കുന്ന ദിവസത്തിലാണ് 24 മണിക്കൂറും സ്വർഗത്തിലുള്ള പിതാവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കാവൽ മാലാഖ നമ്മുടെ ഈ കുറ്റം പറച്ചിലുകൾ മുഴുവൻ കേൾക്കുകയും അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യും. അപ്പം നമുക്കെതിരെ അത് റെക്കോർഡായിട്ട് ദൈവപിതാവിൻ്റെ മുമ്പിൽ എഴുതപ്പെടുക. അപ്പോൾ ആർക്കെതിരെയും, ന്യായമായിട്ടാണെങ്കിലും, ന്യായമായിട്ടൊരു കാര്യത്തിനാണെങ്കിലും, ഇനി അതല്ലാത്ത കാര്യം എന്ത് കാര്യമായി ആയിക്കോട്ടെ, നമ്മൾ ഒരാളെ കുറ്റം വിധിക്കുമ്പോൾ നമുക്ക് അതിന് യാതൊരു അവകാശവുമില്ല. കാരണം ഈശോ തന്നെ പറഞ്ഞു, സ്വർഗത്തിലുള്ള പിതാവിന് മുമ്പിൽ നിങ്ങളുടെ കുറ്റം പറച്ചിലുകൾ എല്ലാം കുറ്റം ആരോപിക്കപ്പെടുന്ന ആളുടെ കാവൽ ദൂതൻ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെയും നിന്ദിക്കരുത്, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കരുത്. അതിനുശേഷം ഈശോ ആ ഭാഗത്ത് വീണ്ടും പറയുന്നുണ്ട്, 100 ആടുകളുള്ളപ്പം 99 മരുഭൂമിയിലിട്ടിട്ട് ഒന്നിനെ അന്വേഷിച്ച് പോകുന്ന പിതാവ്. അതുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. 18-ാം അധ്യായം 14-ാം വചനമാണ്. അപ്പോൾ അത്രത്തോളം പൊന്നുപോലെ ഓരോ മനുഷ്യനെയും നോക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവ്, ആ മനുഷ്യരെയാണ് നമ്മൾ നമ്മുടെ ബലഹീനതകൊണ്ട് കുറ്റം വിധിക്കുന്നത്. അപ്പോൾ എത്രമാത്രം തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഈശോ പറഞ്ഞതിന് സമാനമായ ഒരു ഭാഗം യാക്കോബിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 8, 9, 10 തിരുവചനങ്ങൾ. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല, അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ നോ വൺ ക്യാൻ ടൈം ദ ടങ്, എ റെസ്റ്റ്ലെസ് ഈവിൾ ഫുൾ ഓഫ് ഡെഡ്ലി പോയ്സൺ. വിത്ത് ഇറ്റ് വി ബ്ലസ് ദ ലോർഡ് ആൻഡ് ഫാദർ, ആൻഡ് വിത്ത് ഇറ്റ് വി കേഴ്സ് ദോസ് ഹു ആർ മെയ്ഡ് ഇൻ ദ ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ഫ്രം ദ സെയിം മൗത്ത് കം ബ്ലെസ്സിങ് ആൻഡ് കേഴ്സിങ്. അതായത് ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. 11-ാം തിരുവചനത്തിൽ വീണ്ടും യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുകയാണ്, ഡസ് എ സ്പ്രിംഗ് pour forth from the same opening both fresh and brackish water. അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ? അപ്പം ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ നാം കുറ്റം പറയുമ്പോൾ അല്ലെ ശപിക്കുമ്പോൾ അതേ നാവ് കൊണ്ടാണ് നാം കർത്താവിനെ സ്തുതിക്കുന്നത്. അപ്പോൾ അതിന് ഫലം കിട്ടുമോ? ഫലം കിട്ടത്തില്ല.
കാരണം നാം കുറ്റം പറഞ്ഞത് മുഴുവൻ ഈശോ പറഞ്ഞതുപോലെ കുറ്റം ആരോപിക്കപ്പെടുന്ന ആളുടെ കാവൽ ദൂതൻ സ്വർഗപിതാവിൻ്റെ സന്നിധിയിൽ എത്തിക്കുകയാണ്. അതേ നാവ്, അതേ വ്യക്തി പിതാവിനെ സ്തുതിക്കുക, ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞ് യേശുവേ നന്ദി, യേശുവേ ആരാധന സ്തുതിക്കുന്നു. ഇപ്പം എന്തുമാത്രം ഒരു വൈരുദ്ധ്യം, എന്തുമാത്രം വൈരുദ്ധ്യം അതിലുണ്ട്. അപ്പം നമ്മൾ നാവിനെ നിയന്ത്രിക്കാൻ കടപ്പെട്ടവരാണ്. വീണ്ടും യാക്കോബ് 3:2 തിരുവചനം, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്, തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. വീണ്ടും 5 വാക്യം വരുമ്പോൾ, നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. 6 വാക്യത്തിലേക്ക് വീണ്ടും വരുമ്പോൾ, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. അപ്പോൾ നാവിൻ്റെ നിയന്ത്രണമില്ലാത്ത ഉപയോഗം മൂലം നമുക്ക് ദൈവാനുഗ്രഹം നഷ്ടപ്പെടും. നമ്മിലേക്ക് വർഷിക്കുന്ന ദൈവകൃപകൾ അതെല്ലാം ബ്ലോക്ക്ഡ് ആകും, തടസ്സപ്പെടും. പലപ്പോഴും നമ്മളതറിയുന്നില്ല. ഞാനൊരിക്കൽ ഓർക്കുകയാണ്, ഞാനിങ്ങനെ ദൈവവചന ഈ ഭാഗം വീണ്ടും നമ്മൾ കുറച്ച് വചന ഭാഗങ്ങളൊക്കെ കാണും. റോമാലേഖനം 2 അധ്യായത്തിൻ്റെ ഭാഗം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മറ്റുള്ളവരെ വിധിക്കുന്നതിനെ പറ്റിയും കുറ്റം പറയുന്നതിനെ പറ്റിയുള്ള ഭാഗം അത്. അപ്പോൾ അത് വായിച്ചപ്പോൾ കർത്താവ് എനിക്ക് ബോധ്യം തന്നു. ഒരുപാട് വിധികൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. സഭയുടെ അധികാരികളെയോ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ, മേലുദ്യോഗസ്ഥർ, അങ്ങനെ അവരൊക്കെ ചില കാര്യങ്ങളിലൊക്കെ നമുക്കത് ന്യായമല്ലെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ അവരെ വിമർശിക്കുകയും മറ്റുള്ളവരോട് അതേപ്പറ്റി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വചനഭാഗം റോമാലേഖനം 2 അധ്യായം അത് വായിച്ചപ്പോൾ എനിക്ക് കർത്താവ് ബോധ്യം തന്നു, നമുക്കങ്ങനെ വിധിക്കാൻ യാതൊരു അവകാശവുമില്ല. അപ്പം ഞാൻ ചെയ്തത്, ഞാനത് ഒരു കുമ്പസാരത്തിലൂടെ ഈ വിധി നടത്തുന്നതും കുറ്റം പറഞ്ഞു പൂർണ്ണമായിട്ട് ഏറ്റു പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഭവം, കർത്താവ് വീണ്ടും കൂടുതൽ കൂടുതൽ വചനബോധ്യങ്ങൾ പെട്ടെന്ന് തരാൻ തുടങ്ങി. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവം ഒരുപാട് കൃപകൾ നാം ഓരോരുത്തരേക്കും, നമ്മൾ വലിയ പഠിപ്പുള്ളവനാണെന്നോ അല്ല ഉന്നത പദവിയിലിരിക്കണമെന്നോ സമൂഹത്തിൽ സ്ഥാനം വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല. ഉന്നത സ്ഥാനത്തിരിക്കുന്നവനായാലും പഠിപ്പുള്ളവനായാലും പഠിപ്പില്ലാത്തവനായാലും ചെറിയവനായാലും വലിയവനായാലും കർത്താവ് കൃപ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് നിൽക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ആ കൃപ വരുന്ന വഴികൾ തടസ്സപ്പെടുന്ന ഒരു വലിയൊരു കാര്യമാണ് നമ്മുടെ നാവിൻ്റെ ഉപയോഗം. നാവ് നമ്മൾ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കാത്തത് കാരണം, അതിനൊരു നിയന്ത്രണം വെക്കാത്തത് കാരണം ദൈവത്തിൻ്റെ കൃപകളുടെ ഒരു വലിയ പങ്കും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു. നമ്മൾ ഓർത്ത് നോക്കി, ഒരു ദിവസത്തിൽ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ രാഷ്ട്രീയക്കാരെയും മറ്റുള്ളവരെയൊക്കെ ഒരു റേഞ്ചിലുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തുകയും അവരെപ്പറ്റി വിമർശനം മറ്റുള്ളവരോട് പറയുകയും, അപ്പോൾ ഏറെക്കുറെ ഈ കുറ്റങ്ങളൊക്കെ നമ്മിലും ഏറ്റക്കുറച്ചിലൂടെ ഉണ്ട്. അതാണല്ലോ ഈശോ പറഞ്ഞത്, സഹോദരൻ്റെ കണ്ണിലെ കരടെടുക്കുന്നതിന് മുമ്പ് നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം എടുക്കണം. അപ്പോൾ ആ കുറ്റങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ 1 കൊറിന്തോസ് 4:5 ആ തിരുവചനമാണ് നമ്മൾ മുൻകൂട്ടി വിധി പ്രസ്താവിക്കരുത്, കർത്താവ് വരുന്നവരെ കാത്തിരിക്കുവിൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ആ ഭാഗത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അതിന് സഹായകമായ തിരുവചനങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതിലേക്ക് നമ്മൾ വരും. ആ പ്രധാന ഭാഗം 1 കൊറിന്തോസ് 4:5 അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വചനഭാഗങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. ആ വചനം നമുക്ക് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരുമ്പോഴാണ് നമുക്ക് നമ്മുടെ തെറ്റുകൾ, നാളിതുവരെ ചെയ്തു കൂട്ടിയ തെറ്റുകൾ എന്തുമാത്രമാണെന്ന് വലിയൊരു ബോധ്യം നമുക്ക് തരും പരിശുദ്ധാത്മാ. ആ വചനഭാഗത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ 1 കൊറിന്തോസ് 4:5. അപ്പോൾ നമ്മളതിനു മുമ്പ് വീണ്ടും കാണുന്നത് റോമാലേഖനം 2 അധ്യായം. അതിൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ. Therefore you have no excuse,
whoever you are when you judge others. For in passing judgment on another, you condemn yourself, because you, the judge, are doing the very same things. മനുഷ്യ, നീ ആര് തന്നെയായാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ തന്നെ ചെയ്യുന്നു. അപ്പോൾ കുറ്റങ്ങളുടെ ഒരു പട്ടിക നമ്മളിപ്പം വായിച്ചത് റോമാലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത്, അതായത് 29-ാമത്തെ തിരുവചനത്തിൽ 29-30 തിരുവചനങ്ങളിൽ പൗലോസ്ലീഹയുടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ അംഗീകരിക്കുന്ന പോരായ്മയായിട്ട് കരുതിയ നിമിത്തം അവരെ അശുദ്ധിക്കും ശരീരങ്ങളെ അവമാനമാക്കുന്നതിനൊക്കെ വിട്ടുകൊടുത്തു എന്ന് പറയുന്നൊരു ഭാഗമാണ് ഈ റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ കുറേ ആദ്യത്തെ ഭാഗങ്ങളെല്ലാം മനുഷ്യൻ്റെ ദുഷ്ടതയെപ്പറ്റി പറയുന്ന ഭാഗമാണ്. അത് 29-30 വചനങ്ങൾ വരും. ആ തിന്മകൾ എടുത്തു പറയുന്നുണ്ട്. അവർ എല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയി തീർന്നു. 32-ാമത്തെ വചനം വരുമ്പോൾ ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണെന്ന് ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്നിട്ടാണ് 2-ാം അധ്യായത്തിൽ നീ ആര് തന്നെയായാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വചനഭാഗം വായിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, എന്നിൽ ഒരുപാട് കുറവുകളുണ്ട്. മറ്റുള്ളവർക്കെതിരെ ഒരുപാട് തവണ മനസ്സിൽ വിധി നടത്തുകയും ചുരുക്കം ചിലപ്പോഴെങ്കിലും നമുക്ക് ബന്ധമുള്ള ആൾക്കാരുമായിട്ടത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് പറയുന്നത്, നീ ആര് തന്നെയായാലും whoever you are, you have no excuse. നീ ജഡ്ജ് ചെയ്യുമ്പോൾ യു ആർ ജഡ്ജിങ് യുവർ സെൽഫ്. നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. കാരണം യു ഡു ദ വെരി സെയിം തിങ്. അതേ കുറ്റങ്ങൾ നീയും ചെയ്യുന്നു. റോമാലേഖനം 14-ാം അധ്യായം 4-ാം വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ നമ്മളവിടെ കാണും, Who are you to pass judgment on servants of another? It is before their own Lord that they stand or fall, and they will be upheld, for the Lord is able to make them stand. മറ്റൊരാളുടെ സേവകനെ വിധിക്കാൻ നീ ആരാണ്? മറ്റൊരാളുടെ സേവകൻ എന്ന് പറയുന്നത്, ഈ മറ്റൊരാൾ എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ സേവകനാണ്. ആ ദൈവത്തിൻ്റെ സേവകനെ വിധിക്കാൻ നീ ആരാണ്? അയാൾ ഏത് പൊസിഷനിലായിക്കോട്ടെ, ഉന്നത അധികാരിയാകാം, ഒരു അഭിഷിക്ത വൈദികനാകാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആരെങ്കിലും ആകാം. അവരെല്ലാം ദൈവത്തിൻ്റെ സേവകരാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞവരുടെ പിതാവിൻ്റെ മുഖം അവരുടെ കാവൽ ദൂതൻ ദർശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർ വീഴുന്നത് അവൻ്റെ യജമാനൻ്റെ സന്നിധിയിലാണ്. കുറവുകൾ മൂലം അവൻ വീണ് പോയേക്കാം, പക്ഷെ അവനെ താങ്ങി നിർത്താൻ യജമാനായ കർത്താവിന് കഴിയും. അതുകൊണ്ട് അവൻ്റെ വീഴ്ചയിൽ ആനന്ദിക്കാനോ ആ വീഴ്ച മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ അപമാനിക്കാനോ അങ്ങനെ കർത്താവിനെ അപമാനിക്കാനോ നമുക്ക് യാതൊരുവിധ അർഹതയുമില്ല. ആ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. റോമാലേഖനം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരും വീണ്ടും പറയുകയാണ്, ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കുറ്റപ്പെടുന്ന ആൾ, അയാൾക്ക് ചില ദുർബലമായ കാര്യങ്ങളുണ്ടാകാം. നമ്മൾ ആ കാര്യങ്ങളിൽ ബലമുള്ളവരായിരിക്കും. അപ്പം അയാളുടെ ആ ബലഹീനതയെ നമ്മൾ സഹിച്ച് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അയാളെ സഹായിച്ചും ആ ബലഹീനതയിൽ നിന്ന് മോചനം നേടാൻ അയാളെ സഹായിക്കുക വേണ്ടത്. അതേസമയം തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ബലഹീനതാണ്. ആ ബലഹീനരായിരിക്കുമ്പോൾ നാം പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ആ കാര്യങ്ങളിൽ നമ്മളെക്കാൾ ബലമുള്ളവരായിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പം അവർ നമ്മുടെ പോരായ്മകൾ സഹിക്കുന്നുണ്ടല്ലോ. ഒരു ഭാര്യയും ഭർത്താവും
ഭാര്യയ്ക്ക് ചില കാര്യങ്ങളിൽ കുറവുകളുണ്ടാവും. അപ്പം ഭർത്താവ് അത് സഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവളെ സഹായിക്കണം. അതേസമയം തന്നെ ഭർത്താവിൻ്റെ കുറവുകൾ ഭാര്യയെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ആ കുറവുകളിൽ ഭാര്യ ബലമുള്ളവരായിരിക്കും. അപ്പോൾ ഭാര്യ സഹായിച്ച് പ്രാർത്ഥിച്ച് ഭർത്താവിനെ ബലപ്പെടുത്തും. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണല്ലോ ഓരോരുത്തരും. അപ്പോൾ ശരീരത്തിലുള്ള ഒരു അവയവത്തിനൊരു കുറവ് വരുമ്പോൾ മറ്റേ അവയവം കൊണ്ടാണ് അതിനെ ബലപ്പെടുത്തുന്നത്. വലത് കൈക്കൊരു ബലക്കുറവ് വന്നാൽ എന്ത് ചെയ്യും? ആ വലത് കൈയുടെ ജോലി കൂടി ഇടത് കൈ ഏറ്റെടുത്ത് ചെയ്ത് വലത് കൈ സുഖപ്പെടുന്നത് വരെ ഇടത് കൈ ഏറ്റെടുത്ത് ചെയ്യും. അതുപോലെ തന്നെ മറ്റവയവങ്ങളുടെ കാര്യത്തിലും വലത് കാലിന് വന്നു, അപ്പോൾ ഇടത് കാല് ആ ജോലി കൂടെ ഏറ്റെടുക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളത് അനുഭവിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ക്രിസ്തുവാകുന്ന ആ മുന്തിരിച്ചെടിയിലെ അവയവങ്ങളാണ്, ശാഖകളാണ്. അപ്പോൾ ഒരു ശാഖയ്ക്ക് കുറവ് വന്നാൽ, അത് ഉണങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം വന്നാൽ മറ്റ് ശാഖകൾ സപ്പോർട്ട് ചെയ്ത് അത് ഉണങ്ങാതെ കാത്തു സൂക്ഷിക്കണം. ഈശോ വചനങ്ങളിലൂടെയൊക്കെ അതാണ് പഠിപ്പിക്കുന്നത്. വീണ്ടും എഫെസോസ് ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വചനം, ലെറ്റ് നോ ഈവിൾ ടോക്ക് കം ഔട്ട് ഓഫ് യുവർ മൗത്ത്, ബട്ട് ഓൺലി വാട്ട് ഈസ് യൂസ്ഫുൾ ഫോർ ബിൽഡിംഗ് അപ്പ്, so that your words may give grace to those who hear. എന്നിട്ട് 30-ാം വചനത്തിൽ വീണ്ടും പറയും, ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് with which you were marked with a seal for the day of redemption. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾക്കുന്നവർക്ക് ആത്മീയ ചൈതന്യം കിട്ടുന്ന വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. തുടർന്ന് 30-ാമത്തെ വചനത്തിലാണ്, രക്ഷയുടെ ദിനത്തിനു വേണ്ടി, നിങ്ങളുടെ വീണ്ടെടുപ്പിന് ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്പം നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് പരിശുദ്ധാത്മാവിനെതിരെ പാപം കൂടിയായി മാറും. അപ്പം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പം നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോധ്യം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാവിനെ നമ്മൾ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കും. വീണ്ടും കൊളോസ്സോസ് ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ വരുമ്പോൾ കുറച്ച് തിന്മകളെ പറ്റി പറഞ്ഞിട്ട് പറയുകയാണ്, ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ, അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം, അതെല്ലാം നിങ്ങൾ വർജിക്കണം. സ്രഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം. കൊളോസോസ് 3:9-10 വചനങ്ങളാണ്. അപ്പോൾ നമ്മൾ പുതിയ മനുഷ്യരാകണം. ഈ ക്രിസ്തുവിൽ പുതിയ മനുഷ്യരായാൽ നമ്മളെ പഴയ മനുഷ്യൻ പൂർണ്ണമായിട്ടും ഇല്ലാതായി. യേശുവിനോടുകൂടി മാമോസയിൽ മരിച്ച്, വിശ്വാസം കൊണ്ടാണ് അത്, മാമോസയിൽ യേശുവിനോട് മരിക്കുകയാണ്. പൂർണ്ണമായിട്ടും നമ്മിലെ പഴയ മനുഷ്യൻ മരിച്ച് യേശു നമ്മിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ സ്ലാൻഡറിങ്ങിന്, പരദൂഷണം പറയാനോ മറ്റാരെയെങ്കിലും ഏതിൻ്റെ കാരണത്തിൻ്റെ പേരിലും കുറ്റപ്പെടുത്താനോ പോകില്ല. കാരണം നമ്മൾ തന്നെ കൃപയിൽ നിലനിൽക്കുന്നത് നമ്മിലെ പഴയ മനുഷ്യൻ മരിച്ച് യേശു എന്നിൽ ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരെ പറ്റിയും അവരിലെ പഴയ മനുഷ്യൻ മരിച്ച് അവരിലും യേശു ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മൾ അവരെ ബലപ്പെടുത്തുവാൻ നമ്മൾ പ്രാർത്ഥന കൊണ്ടും മറ്റ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ ശ്രമിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വീണ്ടും നമ്മൾ ഇതിനെപ്പറ്റി ഒരു സൂചന കാണുന്ന യൂദാസിൻ്റെ ലേഖനം, ഒരധ്യായമുള്ളൂ. ആ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം, പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിച്ചില്ല. അപ്പം മിഖായേൽ ദൈവദൂതനാണ്, മുഖ്യദൂതനാണ്. മോശയുടെ ശരീരത്തെപ്പറ്റി ഒരു തർക്കമുണ്ടായപ്പോൾ അത് തർക്കിച്ച് വേണമെങ്കിൽ ജയിക്കാമായിരുന്നിട്ട് പോലും കുറ്റപ്പെടുത്തലിൻ്റെ ഒരു വാക്ക് പോലും മിഖായേൽ ദൂതൻ്റെ അടുത്തുനിന്ന് ഉണ്ടാകുന്നില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. 10-ാമത്തെ വചനം വരെ, ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു.
അപ്പം വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, ദുഷിച്ച കാര്യങ്ങൾ എന്ത് കാരണം കൊണ്ടായാലും നമ്മൾ സംസാരിക്കരുത്. അതുകൊണ്ട് നമ്മിലെ ഒരുപാട് കൃപകൾ നഷ്ടപ്പെട്ടു പോകും. ഇനി നമ്മൾ ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക്, ആ തിരുവചന ഭാഗം 1 കൊറിന്തോസ് 4:5 അതിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുൻപ് പറഞ്ഞ ദൈവവചനങ്ങളെല്ലാം ഉദ്ധരിച്ചു കൊണ്ടുവന്ന്. അപ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വലിയ വെളിപ്പെടുത്തൽ തരും. ഞാൻ ആ ഭാഗം വായിക്കാം. ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കാം. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി വ്യക്തമാകും. 1 കൊറിന്തോസ് 4:5 Therefore do not pronounce judgment before the time, before the Lord comes, who will bring to light the things now hidden in darkness and will disclose the purposes of the heart. Then each one will receive commendation from God. അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത്. കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കണം. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്ലൈമാക്സ്, ഇപ്പം പറഞ്ഞ വചനഭാഗങ്ങളുടെ എല്ലാം ക്ലൈമാക്സ് കാണുന്നതാണ് 1 കൊറിന്തോസ് 4:5. അതിൽ പരിശുദ്ധാത്മാവ് ഒരു വലിയ രഹസ്യം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഞാനതൊരു ഉദാഹരണത്തിലൂടെ 1-2 ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കാം. നമ്മൾ മുൻകൂട്ടി വിധി പ്രസ്താവിക്കരുത്. അതിൻ്റെ അടുത്ത ആ ഭാഗത്തിൽ പറയുകയാണ്, കർത്താവ് വരുന്നത് വരെ കാത്തിരിക്കുകയും. അപ്പോൾ ഉദാഹരണം, നമ്മൾ സമൂഹത്തിൽ നമ്മുടെ തൊട്ടടുത്തോ നമ്മുടെ ചുറ്റുപാടിലോ ഉള്ള ഒരാൾ, ചിലപ്പോൾ നമ്മുടെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തോ നമ്മുടെ ചുറ്റിലുള്ള ഒരു ആൾ, അയാൾ വളരെ മോശമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. വളരെ മോശമായ പ്രവൃത്തികൾ, തിന്മ ചെയ്ത് കൂട്ടുന്ന ഒരാൾ. അങ്ങനെ ഒരാളെ നമുക്കറിയാം എന്ന് വിചാരിക്കുക. ഒരുപാട് തിന്മയ്ക്ക് അടിപ്പെട്ടോ, ചിലപ്പോൾ മദ്യപാനമായിരിക്കാം, ജഡികമായ ആസക്തിയുടെ, നമുക്കറിയാം, നമ്മൾ പരസ്യമായിട്ട് നമുക്ക് അറിയുകയും ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളെ സ്വാഭാവികമായിട്ടും സമൂഹത്തിൻ്റെ പ്രവണത എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിലെ അംഗങ്ങളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും പ്രവണത എന്ന് പറയുന്നത്, ഇയാളെ കാണുമ്പോൾ നമ്മൾ അയാളുടെ കുറ്റം, അയാളെപ്പറ്റി ഒരു ജഡ്ജ്മെൻറ്റ് നടത്തും. ആ മനുഷ്യൻ ഇറങ്ങിയിട്ടുണ്ട്, തിന്മയുടെ കൂടാരമാണ്, പറയാൻ വാക്കുകളിൽ അത്രത്തോളം നമ്മളങ്ങ് വിധിക്കും. എപ്പം കണ്ടാലും, അല്ലെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും ഈ മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ വിധിക്കും. അപ്പം നമ്മൾ ചിന്തിക്കുന്ന അയാൾ തെറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ വിധിക്കുന്നത്. നമ്മുടെ പക്ഷത്തിന് ന്യായമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ വചനഭാഗങ്ങളിൽ നമുക്ക് ഏറിയും കുറഞ്ഞുമൊക്കെ ഈ തെറ്റുകളുണ്ട്. അതൊരു വശത്ത് നിൽക്കുന്നു. രണ്ടാമത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഈ വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഭാഗം. അതായത് ഈ വചനത്തിന് തൊട്ട് താഴെ മുൻകൂട്ടി വിധി പ്രസ്താവിക്കരുത്, അതിന് തൊട്ട് താഴെ പറയണം, കർത്താവ് വരുന്നത് വരെ കാത്തിരിക്കുകയും. അപ്പം നമ്മൾ ഈ കുറ്റം ആരോപിച്ച വ്യക്തി, തിന്മയ്ക്ക് അടിപ്പെട്ട വ്യക്തി, അത് നമുക്കറിയാവുന്ന വ്യക്തിയാണ്, നമ്മുടെ സ്ഥലത്ത് ഉള്ള ഒരാളാണെന്ന് വെക്കും. അപ്പോൾ അയാളെ പറ്റിയാണ് വചനത്തിൽ പറയുന്നത്, കർത്താവ് വരുന്നത് വരെ കാത്തിരിക്കുകയും. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള ചില വ്യക്തികൾ ചിലപ്പം തികഞ്ഞ മദ്യപാനികളായിരിക്കാം, ചിലപ്പം തികഞ്ഞ മോശമായ അധമ പ്രവൃത്തികൾ, വ്യഭിചാരമോ അതുപോലെ മറ്റനേകം ആസക്തികൾക്ക് അടിപ്പെട്ട വ്യക്തിയായിരിക്കാം. അങ്ങനെ ഒരു വ്യക്തി ഈ കാലഘട്ടങ്ങളിലൊക്കെ ദൈവം കൊടുക്കുന്ന പല അവസരങ്ങൾ, ധ്യാനങ്ങൾ, ഇടവക ധ്യാനങ്ങൾ, അല്ലെങ്കിൽ മറ്റ് ധ്യാന കേന്ദ്രങ്ങളുള്ള ധ്യാനങ്ങൾ, ഇതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ദൈവാനുഭവത്തിൻ്റെ വഴികൾ, അതിലേക്ക് അയാൾ കടന്നു വന്ന് അയാൾ മാനസാന്തരപ്പെടുന്നു. അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ അത് പേരെടുത്ത് ഓരോരുത്തരെ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ അനേകം വ്യക്തികൾ പൂർണ്ണമായിട്ട് മാനസാന്തരപ്പെട്ടവരുണ്ട്. മാനസാന്തരപ്പെട്ട ശേഷം സുവിശേഷ ശുശ്രൂഷകരായിട്ട് അവരുടെ ജീവിതം സമർപ്പിച്ച അനേകം വ്യക്തികൾ നമ്മുടെ കൺമുമ്പിലുണ്ട്.
ഇനി സുവിശേഷത്തിന് വേണ്ടി പരിപൂർണമായിട്ട് സമർപ്പിച്ചില്ലെങ്കിലും സമൂഹത്തിൽ പറ്റാവുന്ന നന്മകളും കുടുംബത്തിൽ നല്ല വിശുദ്ധമായൊരു ജീവിതവും നയിച്ചുകൊണ്ട് അവരുടെ പഴയ ജീവിത രീതിയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കുടുംബത്തിൽ അതിൻ്റെ നന്മ അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം നന്നായിട്ട് ജീവിക്കുകയും അത് നമ്മൾ കാണുകയും ചെയ്യുന്ന പല സഹോദരങ്ങളും സഹോദരിമാരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ആ വചനത്തിൻ്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കാം? കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവിൻ. ഇംഗ്ലീഷ് ബൈബിളിലാകുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാകും. ഡു നോട്ട് പ്രൊനൗൺസ് ജഡ്ജ്മെൻറ്റ് ബിഫോർ ദ ടൈം, ബിഫോർ ദ ലോഡ് കംസ്, ഹൂ വിൽ ബ്രിങ് ടു ലൈറ്റ് തിങ്സ് നൗ ഹിഡൻ ഇൻ ഡാർക്ക്നെസ് ആൻഡ് വിൽ ഡിസ്ക്ലോസ് ദ പർപ്പസസ് ഓഫ് ദ ഹാർട്ട്. അപ്പോൾ കർത്താവ് വരുമ്പോൾ ഇപ്പോൾ ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്നത്, മലയാളം ബൈബിളിലാകുമ്പോൾ അത് അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ വ്യക്തമാണ്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് വായിച്ചത്. ബിഫോർ ദ ലോഡ് കംസ് ഹൂ വിൽ ബ്രിങ് ടു ലൈറ്റ് ദ തിങ്സ് നൗ ഹിഡൻ ഇൻ ഡാർക്ക്നെസ്. അതായത് ഇപ്പോൾ ഡാർക്ക്നെസ്സിലാണ്, ഹിഡനാണത്. അതായത് വളരെ തിന്മ പ്രവർത്തിച്ചുകൊണ്ടൊരു വ്യക്തി നമ്മുടെ ഇടയിലുണ്ട്. ആ വ്യക്തി ഇപ്പോൾ തിന്മയിലാണ്. അപ്പോൾ എന്താണ്? അയാളിലുള്ള നന്മ, അയാളിൽ ഒളിഞ്ഞു കിടക്കുന്ന നന്മകൾ, അയാളിലൂടെ വെളിപ്പെടുകാനിരിക്കുന്ന ദൈവകൃപകൾ ഇപ്പോൾ ഹിഡനാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അത് ഇരുളിൽ മറഞ്ഞിരിക്കുന്നു, എന്നാൽ ആ നന്മകൾ അവിടെ കിടപ്പുണ്ട്. ആ ഇരുളിൽ മറഞ്ഞിരിക്കുന്ന നന്മയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതും ആരാണ്? യേശുവാണ്. അപ്പം യേശു അയാളുടെ ജീവിതത്തിൽ വരുന്നതുവരെ കാത്തിരിക്കണം. അപ്പോൾ ചില വ്യക്തികൾ അവരുടെ ഭാര്യമാരെയൊക്കെ കുറേ അധികം വർഷങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ച് കണ്ണുനീര് കുടിപ്പിച്ച വ്യക്തികൾ ചിലരുണ്ട്. അപ്പോൾ അവരിൽ നന്മയുണ്ട്, പക്ഷേ കർത്താവ് അത് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടില്ല, കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ആ പീഡിപ്പിച്ച കാലഘട്ടങ്ങൾ മുഴുവൻ അവർ തിന്മയ്ക്ക് അടിപ്പെട്ട് ആ തിന്മയുടെ ഫലം ആ ഭാര്യ അനുഭവിച്ച കാലഘട്ടങ്ങൾ, ആ കാലഘട്ടങ്ങൾ മുഴുവൻ അവരിലെ യഥാർത്ഥ സത്യം, യഥാർത്ഥ നന്മ വെളിപ്പെട്ടിട്ടില്ല. ആ നന്മയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതും ദൈവമാണ്, യേശുക്രിസ്തുവാണ്. അത് വരുന്നത് വരെ കാത്തിരിക്കാനാണ് ആ വചനം പറഞ്ഞേക്കുന്നത്. 1 കൊറിന്തോസ് 4:5. അതായത് കർത്താവ് അവരുടെ അടുത്ത് വന്ന് കർത്താവ് ഒരു രൂപപ്പെട്ട അവരിൽ വെളിപ്പെടുന്നത് വരെ ഇപ്പോൾ മറഞ്ഞിരിക്കുന്നത്, അത് ഇംഗ്ലീഷ് ബൈബിളാണ് കൃത്യം, നൗ ഹിഡൻ ഇൻ ഡാർക്ക്നെസ്, ഇപ്പോൾ അത് മറഞ്ഞിരിക്കുക. അവർ തിന്മ ചെയ്ത് കൂട്ടുമ്പോൾ അവരിലുള്ള ആ നന്മ, നല്ല കാര്യം വരാനിരിക്കുന്ന, അവരിലൂടെ വരാനിരിക്കുന്ന കൃപകൾ പൂർണ്ണമായിട്ടും മറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയത്തില്ല, പക്ഷേ എല്ലാം കാണുന്നവനാ കർത്താവിന് ഇത് മുൻകൂട്ടി അറിയാം, അവരിലൂടെ നന്മ വരുമെന്ന്. അപ്പോൾ അങ്ങനെ അവർ മാനസാന്തരപ്പെട്ട് 5-10 വർഷം ഭാര്യയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പീഡിപ്പിച്ച് വേദനിപ്പിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു കുറ്റവാളിയെപ്പോലെ നിന്ന ആ മനുഷ്യൻ ദൈവാനുഭവത്തിൻ്റെ വഴികളിലേക്ക് എങ്ങനെയോ കടന്നു വന്നു. ഒരു വചനഭാഗം കേട്ടിട്ടായിരിക്കാം, ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടായിരിക്കാം, ഒരു ഇടവക ദേവാലയത്തിൽ പ്രാർത്ഥിച്ചപ്പോഴായിരിക്കാം, അതല്ലെങ്കിൽ ഒരു അക്രൈസ്തവനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു കുരിശുപള്ളിയുടെ മുമ്പിൽ വെച്ച് ഒന്നും അങ്ങോട്ട് നോക്കി ഈശോയെ കണ്ടപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വചനത്തിൻ്റെ ഒരു ഭാഗം കയ്യിൽ കിട്ടിയപ്പോഴായിരിക്കാം. അയാളെ അത് സ്പർശിച്ചു. അപ്പം കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് വന്നു. ദെൻ ദ ലോഡ് കെയിം ടു ദെയർ ലൈഫ്, അവരുടെ ജീവിതത്തിലേക്ക് വന്നു. ആ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന നന്മ പുറത്തേക്ക് കൊണ്ടുവരുന്ന കർത്താവ് അവിടെ വന്നത്. പിന്നെ അവൻ പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് നമ്മൾ എന്ത് ചെയ്തത്?
നമ്മൾ അയാൾ തിന്മയിലായിരുന്ന കാലഘട്ടങ്ങൾ മുഴുവൻ നമ്മൾ വിധിച്ചു. പക്ഷേ ഇപ്പം അയാൾ മാനസാന്തരപ്പെട്ടപ്പം നമ്മെക്കാളും ഒക്കെ നന്മ ചെയ്യുന്നവനായിട്ടും കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ഒന്നുകിൽ കുടുംബത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ അയാൾ മാറി. എന്നാൽ നമുക്കത് സാധിച്ചുമില്ല. ഈ കുറ്റം പറയുന്ന നമുക്കത് സാധിച്ചുമില്ല. കർത്താവ് അയാളിൽ വെളിപ്പെട്ടപ്പോൾ. അപ്പോൾ അതാണ് ഡു നോട്ട് പ്രൊനൗൺസ് ജഡ്ജ്മെൻറ്റ് ബിഫോർ ദ ടൈം. സമയമാകുന്നതിന് മുമ്പ് വിധി പ്രസ്താവിക്കരുത്. ബിഫോർ ദ ലോഡ് കംസ്. കർത്താവ് വരുന്നതിന് മുമ്പ് വിധി കർത്താവ് അയാളുടെ ജീവിതത്തിൽ വന്നൊരു നിമിഷമുണ്ട്. അത് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. അയാൾ മാനസാന്തരപ്പെടുന്ന സമയം. അതുവരെ നിങ്ങൾ അയാളെക്കുറിച്ച് വിധി പ്രസ്താവിക്കരുത്. അപ്പോൾ ആ സമയം എപ്പോഴായിരിക്കാം? ആ കർത്താവ് വെളിപ്പെടുന്ന, അയാളിൽ വെളിപ്പെടുന്ന അല്ലെങ്കിൽ അവളിൽ വെളിപ്പെടുന്ന സമയം, തിന്മ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ വെളിപ്പെടുന്ന സമയമെന്ന് പറയുന്നത് ഏത് സമയവും ആകാം. അയാളുടെ മരണസമയത്തിന് തൊട്ട് മുമ്പ് വരെ ആകാം. അപ്പം ഒരാൾ മരിക്കുന്നത് വരെ നമുക്ക് അയാളെ വിധിക്കാൻ അവകാശമില്ല. ആ മരണസമയത്തിന് തൊട്ട് മുമ്പും കർത്താവ് ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ആ മനുഷ്യൻ പൂർണ്ണമായിട്ട് മാനസാന്തരപ്പെട്ട് ദൈവാനുഭവത്തിൽ നിലനിന്നുകൊണ്ട് മരിക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് അയാളെ തിന്മയുടെ കാലഘട്ടങ്ങളെ വെച്ചുകൊണ്ട് അയാളെ വിലയിരുത്താനോ വിധിക്കാനോ യാതൊരു അവകാശവും ഇല്ല. അപ്പോൾ വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തുമാത്രം ബോധ്യമാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള നന്മയും അത് വെളിപ്പെടുന്ന സമയവും മറ്റൊരു മനുഷ്യനും മുൻകൂട്ടി കണക്കാക്കാൻ പറ്റില്ല. അത് പരിശുദ്ധാത്മാവിന് മാത്രം അറിയത്തുള്ളൂ, അല്ലെങ്കിൽ ഈശോയ്ക്ക് മാത്രം അറിയത്തുള്ളൂ. അപ്പം ഒന്നും മനസ്സിലാകാത്ത അവർ പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞ പോലെ ചുമ്മാ ദുഷിക്കുക. മനസ്സിലാകുന്നവനായ ഒരാളുണ്ട്, യേശു. അയാൾ ഇന്ന സമയത്ത് മാനസാന്തരപ്പെടും, ദൈവാനുഭവത്തിലേക്ക് വരും. അത് യേശുവിനറിയാം. അപ്പം അങ്ങനെയുള്ള ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മിലെ ദൈവാനുഗ്രഹം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. ഇപ്പം ഞാൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മിൽ പരിപൂർണമായിട്ട് കുറവുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ യേശുവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മളുടെ വിശുദ്ധി വളരെ പരിമിതമായതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ യാതൊരുവിധ എന്ത് തന്നെയായാലും ഒരു വാക്ക് പോലും ആർക്കെതിരെയും പറയാൻ നമുക്ക് മക്കളെ തിരുത്തുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. മക്കളെ തെറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ് സ്നേഹത്തോടെ ശാസിച്ച് തിരുത്തണം. അല്ലാതെ ഭാര്യയാണെങ്കിലും അല്ലെ ഭർത്താവാണെങ്കിലും ഒരു അത് സൗമ്യതയോടെ ചൂണ്ടിക്കാണിച്ച് തിരുത്തണം. അങ്ങനെ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. പക്ഷേ നമ്മൾ അല്ലാതെ ഒരു വിധിയും കുറ്റാരോപണവുമായിട്ട് ആർക്കെതിരെയും നടത്തരുത്. അതിന് നമുക്ക് അവകാശമില്ല. രണ്ടാമത്തെ കാര്യം 1 കൊറിന്തോസ് 4:5 പറയുന്ന പോലെ ഓരോ മനുഷ്യനിലും വെളിപ്പെടാനിരിക്കുന്ന നന്മ ദൈവത്തിൻ്റെ സമയത്ത് വെളിപ്പെടും. കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ വെളിപ്പെട്ട് കഴിയുമ്പോൾ അവർ നമ്മെക്കാളും ശ്രേഷ്ഠരായിട്ട് കർത്താവിന് സ്വീകാര്യരായിട്ട് മാറും. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യനെ വിധിക്കാനും നമുക്ക് അവകാശമില്ല. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കണം, ധ്യാനിക്കണം. ഈ വചനത്തിൻ്റെ 1 കൊറിന്തോസ് 4:5 വചനം നന്നായിട്ട് ധ്യാനിക്കണം. മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് മറ്റുള്ളവരെ പറ്റി ഒളിച്ചു വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ ഹിതം കർത്താവിന് വെളിപ്പെടുമ്പോൾ അവൻ നല്ല മനുഷ്യനായി തീരും. ഓരോരുത്തരും ആസക്തികൾ കടിപ്പെട്ട മനുഷ്യൻ, ജഡിക മോഹങ്ങൾ കടിപ്പെട്ട മനുഷ്യൻ, ദൈവം അവനിൽ വെളിപ്പെടുമ്പോൾ അവൻ പൂർണ്ണമായിട്ട് രൂപാന്തരം പ്രാപിക്കും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ അങ്ങനെ മാനസാന്തരപ്പെട്ട വ്യക്തികളെ എടുത്താൽ മതി. അവരെ നമ്മൾ എന്തുമാത്രമൊക്കെ മുൻപ് നമ്മൾ ആ ഒരു പാപത്തിലായിരിക്കും വിധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം നമ്മൾ മനസ്തപിക്കണം. അതുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ ഈ വചനത്തിലൂടെ ഞങ്ങൾക്ക് 1 കൊറിന്തോസ് 4:5 വചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന ബോധ്യത്തെ ഓർത്ത് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി മറ്റാരെയും വിധിക്കാതിരിക്കുവാനും ഞങ്ങളിൽ കുറവുകളുണ്ട്. അതുകൊണ്ട് ആ കുറവുകൾ തിരുത്തി മറ്റുള്ളവരുടെ പോരായ്മകൾ സഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരിലൂടെ കർത്താവ് അവരിൽ വെളിപ്പെടുമ്പോൾ അവരിലൂടെ വെളിപ്പെടാനിരിക്കുന്ന കൃപകൾ, ദൈവിക ഫലങ്ങൾ അത് കാണാനും അനുഭവിക്കാനുള്ള കൃപയ്ക്കായും ഈശോയെ ഞങ്ങൾക്ക് അവിടുന്ന് അനുഗ്രഹം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ നാവുകളെ നിയന്ത്രിക്കാൻ തക്കവിധം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ നാവിനെ കഴുകണമേ. ആമേൻ.